ഹായ്. കേരളത്തിൽ പ്രതിവർഷം ഏകദേശം 10 ലക്ഷത്തിനും 15 ലക്ഷത്തിനും ഇടയിലുള്ള വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായിട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. അതിൽ ഏകദേശം 75% ആൾക്കാരും ഒരു മിഡിൽ ക്ലാസ്സിൽ പെടുന്ന വിദ്യാർത്ഥികളാണ്. ഈ വിദ്യാർത്ഥികൾ പഠിക്കുന്നതാവട്ടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, വിദേശ സർവകലാശാലകളെയും ആശ്രയിച്ചാണ് അവരുടെ ഉപരിപഠനം നടക്കുന്നത്. ശരാശരി ഒരു ഒരു വിദ്യാർത്ഥി ഉപരിപഠനത്തിനായിട്ട് വിദേശ സർവകലാശാലകളെ ആശ്രയിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി വരുന്ന ചെലവ് എന്ന് പറയുന്നത് ചുരുങ്ങിയത് ഒരു 30 ലക്ഷം രൂപ മുതൽ 40 ലക്ഷം രൂപ വരെയുള്ള ഒരു തുകയാണ്. ഈ 30 ലക്ഷം 40 ലക്ഷം രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ വിദ്യാർത്ഥി ആശ്രയിക്കുന്നത് 75% ആൾക്കാരും അല്ലെങ്കിൽ 80%-ഓളം വരുന്ന ആൾക്കാരും ആശ്രയിക്കുന്നത് സ്വാഭാവികമായിട്ടും ബാങ്ക് ലോണിനെയാണ്. ഇങ്ങനെ ഒരു ബാങ്ക് ലോണ് ഒരു 30 ലക്ഷം എടുക്കുന്ന ഒരു വിദ്യാർത്ഥി സാധാരണ ഒരു എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറയുന്നത് 180 മാസത്തേക്കാണ്, അല്ലെങ്കിൽ 15 വർഷത്തേക്കാണ്. 180 മാസത്തേക്ക് 8% നിരക്കിൽ ഒരു EMI അതിനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 28,600 രൂപ അതിന് EMI ആയിട്ട് വരും. അപ്പം ഈ ഒരു 150 മാസം ഈ വിദ്യാർത്ഥി ഈ പറയുന്ന 28,600 രൂപ EMI അടക്കുമ്പോൾ ഏകദേശം അതിൻ്റെ തുക മാത്രം നമ്മൾക്ക് 51,48,000 രൂപയുടെ തുകയായിട്ട് മാറും. അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥി എടുക്കുന്ന ലോൺ എന്ന് പറയുന്നത് 30 ലക്ഷം മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ പാരൻസ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാത്തത് കാരണം ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾ അല്ലെങ്കിൽ ആ കുടുംബം 21-22 ലക്ഷം രൂപ അധിക ബാധ്യതയായിട്ട് അടയ്ക്കേണ്ടി വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് ഭാവി ആസൂത്രണം ചെയ്തിട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം വളരെ സൗകര്യപൂർവ്വം സുതാര്യവുമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി എന്ന നിലക്കാണ് SBI ലൈഫ് ഏറ്റവും പുതിയ സ്മാർട്ട് ഫ്യൂച്ചർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു പ്ലാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു പ്ലാനിൻ്റെ ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ആ കുട്ടിയുടെ 18 വയസ്സിന് ശേഷം നമ്മൾക്ക് ഒരു 25 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തേക്കുള്ള വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ്. ഈ പ്ലാൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മൾക്ക് പ്രീമിയമായിട്ട് അടക്കേണ്ടത് കേവലം 7 വർഷമോ 10 വർഷമോ അല്ലെങ്കിൽ 12 വർഷമാണ്. കുട്ടിയുടെ വയസ്സ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 3 വയസ്സാണെങ്കിൽ 15 വർഷക്കാലത്തേക്ക് എടുത്താൽ കുട്ടിക്ക് 18-ാമത്തെ വയസ്സാവും. 18-ാമത്തെ വയസ്സിൽ നമ്മൾക്ക് ആ തുക വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ലോൺ എടുക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാരൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ലോൺ അടഞ്ഞു പോവുള്ളൂ, അല്ലെങ്കിൽ അത് ബാധ്യതയായിട്ട് ആ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം മാറും എന്നുള്ളത്. സ്മാർട്ട് ഫ്യൂച്ചർ സ്റ്റാർ എന്നുള്ള ഒരു പ്ലാനിൽ നമ്മൾ അടക്കുന്ന കുട്ടിയുടെ പേരിലാണ് ഇൻഷുറൻസ് എങ്കിലും അത് പ്രപ്പോസ് ചെയ്യുന്നത് പാരൻ്റാണ്. 18 വയസ്സിനും 65 വയസ്സിനിടയിലുള്ള പാരൻറ്റ് അല്ലെങ്കിൽ 65 വയസ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് ഇതിലുള്ള ഒരു സവിശേഷത എന്ന് പറയുന്നത് ഗ്രാൻഡ് പാരൻറ്റിന് വേണമെങ്കിൽ നമ്മൾക്കിതിൽ പ്രപ്പോസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പ്രപ്പോസ് ചെയ്യുന്ന പാരൻറ്റ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻറ്റിന് ഡെത്ത് അല്ലെങ്കിൽ ടോട്ടൽ പെർമനൻറ്റ് ഡിസബിലിറ്റി വരികയാണെങ്കിൽ അടച്ചുകൊണ്ടിരിക്കുന്ന പ്രീമിയം, കുട്ടിയുടെ പേരിൽ അടച്ചുകൊണ്ടിരിക്കുന്ന പ്രീമിയം അത് നമ്മൾ വേവ് ഓഫ് ചെയ്തുകൊണ്ടിരിക്കും. അത്തരത്തിലുള്ള അടവുകൾ പിന്നീട് SBI ലൈഫ് അടച്ചതായിട്ട് കണക്കാക്കിയിട്ട് കുട്ടിക്ക് മെച്യൂരിറ്റി ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച അതേ ഒരു തുക നമ്മൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 3 വയസ്സുള്ള ഒരു കുട്ടി അദ്ദേഹത്തിൻ്റെ 18-ാമത്തെ വയസ്സിലേക്ക് അദ്ദേഹത്തിൻ്റെ പാരൻറ്റ് ഒരു ഇൻഷുറൻസ് പ്ലാൻ സ്മാർട്ട് ഫ്യൂച്ചർ സ്റ്റാറിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 1,08,913 രൂപ 12 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 18-ാമത്തെ വയസ്സിൽ, അതായത് 15 വർഷങ്ങൾക്ക് ശേഷം ഈ കുട്ടിയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായിട്ട് 8% നിരക്കിൽ നമ്മൾക്ക് 28,16,250 രൂപ നമ്മൾക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. സാധാരണ ഇതിൽ ഞാൻ ഉറപ്പിക്കുക എന്ന് പറയുമ്പം നമ്മുടെ ഈ 8% നിരക്കിൽ നമ്മൾ കൂട്ടിയിരിക്കുന്നതിനേക്കാളും കൂടുതൽ നിരക്കിലാണ് സാധാരണ നമ്മുടെ ബോണസ് ഇപ്പം റിട്ടേൺ നമ്മൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2020-21 നമ്മുടെ സ്മാർട്ട് ചാമ്പിൻ്റെ ബോണസ് നിരക്ക് എന്ന് പറയുന്നത് 3.25 ആയിരുന്നു. അത് 2023-24 ആയപ്പോഴേക്ക് ആ ബോണസ് നിരക്ക് എന്ന് പറയുന്നത് 5% കൂടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്ലാനിലും നമ്മൾക്ക് കൂടിയ ബോണസുകൾ കമ്പനിയുടെ പെർഫോമൻസിനനുസരിച്ചിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പ്ലാൻ അടച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പാരൻറ്റിന് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻറ്റിന് ഡെത്ത് അല്ലെങ്കിൽ ടോട്ടൽ പെർമനൻറ്റ് ഡിസബിലിറ്റി വന്നു കഴിഞ്ഞാൽ 100% നമ്മൾ പ്രീമിയം വേവ് ഓഫ് ചെയ്യും. കുട്ടിയുടെ വിദ്യാഭ്യാസം നമ്മൾ ഉണ്ടെങ്കിലും നമ്മൾ ഇല്ലെങ്കിലും വളരെ സുതാര്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലാനിലൂടെ നമുക്ക് ഉറപ്പാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. തീർച്ചയായിട്ടും കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനും കുട്ടിയുടെ കല്യാണത്തിനും വേണ്ടി
വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്ലാൻ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ എല്ലാ കുട്ടികളുള്ള രക്ഷിതാക്കളെയും, ചെറിയ കുട്ടികളുള്ള രക്ഷിതാക്കൾ, അതായത് ചെറിയ കുട്ടികൾ എന്ന് പറയുന്ന സമയത്ത് 30 ദിവസം പ്രായമായിട്ടുള്ള കുട്ടികൾ മുതൽ 15 വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ് ഈ പ്ലാനിൽ നമുക്ക് ചേരാൻ സാധിക്കുക. കുട്ടികൾക്കാണ് ലൈഫ് ഇൻഷുറൻസ് ഇവിടെ. പാരൻ്റ് ഇതിലൊരു പ്രീമിയം പെയർ മാത്രമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്ലാൻ ഒരു സുരക്ഷിതത്വം മുന്നിൽ ഉറപ്പാക്കിക്കൊണ്ടാണ് പോകുന്നത്. നമ്മളില്ലാത്തൊരവസരത്തിൽ പോലും കുട്ടിയുടെ വിദ്യാഭ്യാസം വളരെ സുതാര്യമായിട്ട് നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഈ ഒരു പ്ലാൻ നല്ല രീതിയിൽ കുട്ടികളുള്ള എല്ലാ പാരൻസിനോടും സംസാരിക്കാൻ വേണ്ടിയിട്ട് അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഓൾ ദ വെരി ബെസ്റ്റ്, ഹാപ്പി സെയിൽസ്.